എല്ലാവർക്കും നമസ്കാരം. ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും നിലവിൽ സിവിൽ പോലീസ് ഓഫീസറുമായ ശ്രീ സഹദാണ് ഇന്നത്തെ ഐഡിയൽ FM-ലെ അതിഥി. സാറിന് ഐഡിയൽ FM-ലേക്ക് സ്വാഗതം. താങ്ക് യു. ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്കൂളിൽ പഠിക്കുന്ന ഒരുവിധ എല്ലാ കാര്യങ്ങളും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിൽ എക്സ്പെഷ്യൽ എന്ന് പറയാൻ PT പീരീഡ് കിട്ടുന്നൊരു ടൈമുണ്ട്. അന്ന് ടീച്ചർമാർ ക്ലാസ്സിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താ പറയുക, നമുക്ക് PT പീരീഡിന് ഈ ചില ടീച്ചർമാർ വന്നിട്ട് ക്ലാസ് എടുക്കുന്നൊരു ടൈം വരുമല്ലോ. ആ ടൈമിൽ നമുക്ക് ഭയങ്കര ദേഷ്യമാവും ടീച്ചർമാരോടൊക്കെ. എന്തിനാണ് ടീച്ചർ ഇങ്ങനെ വരുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അതെല്ലാവർക്കും തോന്നുന്നതാണ്. പക്ഷേ പിന്നീട് നമ്മളിങ്ങനെ വലുതാവുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ടീച്ചർമാരെ പോഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെട്ടിരുന്നതെന്ന്. ഇപ്പോൾ അങ്ങനത്തെ ഓരോ മൊമെൻറ്റുകളാണ് എനിക്ക് ഇങ്ങനെ നിങ്ങളെ പ്രായം അല്ലെങ്കിൽ കുട്ടികളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരിക. അന്ന് ഞങ്ങളെ PT പീരീഡ് പോയി, അന്ന് PTക്ക് കളിച്ചിരുന്ന ഓരോ പാർക്കിൽ പോയിരുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, ടീച്ചർമാരിടുന്ന എഫേർട്ട് എനിക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര പിന്നോക്കമുള്ളൊരു സ്റ്റുഡൻ്റായിരുന്നു. പിന്നെ ടീച്ചർമാർ തന്ന സപ്പോർട്ട് കൊണ്ട് ആണ് അന്ന് PT പീരീഡൊക്കെ ടീച്ചർമാർ വന്ന് എക്സ്ട്രാ ക്ലാസ് എടുക്കുമായിരുന്നു, ഈവനിങ് ക്ലാസ്സുകൾ ഇടയ്ക്ക് തരുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ ഞാൻ മെച്ചപ്പെടുത്താൻ എനിക്ക് ഉപകാരപ്പെട്ടത്. ഒരു സിവിൽ പോലീസ് ഓഫീസർ ആവാൻ സാറിനെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പോലീസിൽ കയറിയത് സ്പോർട്സ് ത്രൂ ആണ്. സ്പോർട്സ് കോട്ടയിലാണ് എനിക്ക് പോലീസിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ എൻ്റെ സ്പോർട്സ് കരിയറിൽ ഏറ്റവും വലിയൊരു പങ്കുള്ള സ്കൂളാണ് ഐഡിയൽ സ്കൂൾ. ഞാൻ ചെറുപ്പം മുതൽ ഐഡിയലിലൂടെയാണ് വളർന്നത്. നമ്മളെ മിസ്റ്റർ മാനേജർ മജീദ് സാർ ആണ് എനിക്ക് കൂടുതൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത്. സാറ് നമുക്ക് ഫുഡ്, അക്കോമഡേഷൻ, വേണ്ട സൗകര്യങ്ങൾ, പഠിത്തം, ടീച്ചേഴ്സ്, അതിന് ടീച്ചേഴ്സിൻ്റെ കുറേ എഫേർട്ട് ഉണ്ട്. നമ്മളൊക്കെ ഭയങ്കര ടീച്ചർമാർ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പഠിത്തം പ്ലസ് സ്പോർട്സ് ഭയങ്കര നമുക്കൊരു ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് സ്പോർട്സിൽ ഉള്ളത് കൊണ്ട്, ഈ സ്കൂളിൽ നിന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു സക്സസ് ആയുള്ള ഒരു ജോലിയിൽ കയറി പറ്റിയത്. എൻ്റെ കുട്ടി ചോദിച്ച പോലെ എങ്ങനെ പോലീസിൽ എത്തിപ്പെട്ടതെന്നുള്ളതിൻ്റെ ഉത്തരം ബിക്കോസ് ഓഫ് സ്പോർട്സ് ആൻഡ് ഐഡിയലാണ് അതിൻ്റെ എനിക്ക് തന്നൊരു ടേണിംഗ് പോയിന്റ്. ഈ ഐഡിയൽ സ്കൂളാണ്. കുട്ടികളായ ഞങ്ങളോട് സാറിന് നൽകാനുള്ള സന്ദേശം എന്താണ്? നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും സത്യം പറയാം. ഞാൻ പൊതുവെ എല്ലാ ചെറുപ്പത്തിലാണെങ്കിൽ പോലും എല്ലാ കുരുത്തക്കേട്ടിലും അല്ലെങ്കിൽ അഭ്യാസത്തിലും എല്ലാ ഒരു ക്ലാസ്സിലെ തല്ലും പിടി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ്. പക്ഷേ ടീച്ചർമാർ ചോദിച്ചാൽ ഞാൻ സത്യം പറയാറുള്ളൂ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ശീലങ്ങളാണ്. നമ്മൾ സത്യം ചെറുപ്പത്തിലെ ശീലിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രതിസന്ധി വന്നാലും നമ്മൾ സത്യം മാത്രം പറയാനുള്ള നമ്മൾ ആദ്യം തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളോട് ഈ ഒരു പ്രായത്തിൽ നമ്മളെല്ലാവരും നുണ പറയുന്ന ആൾക്കാരാണ്, കുട്ടികളാണ്, ചെറിയ മനസ്സാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറയാൻ ശ്രമിക്കുക. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ സത്യം മാത്രം പറയാൻ ശ്രമിച്ചാൽ മതി. ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചിലവഴിച്ച ശ്രീ സഹദ് സാറിന് ഐഡിയൽ FM-ന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ ഒരു പുതിയ അതിഥിയെ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.